പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നു. ഇത് വളരെ പ്രധാനമുള്ള, വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് വ്യാഴമാറ്റം. കഴിഞ്ഞ വ്യാഴമാറ്റം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോ വന്നത്. എന്നിട്ടും പ്രേക്ഷകർ വളരെ വലിയൊരു സ്വീകരണം അതിന് നൽകി. പക്ഷേ അന്ന് ആക്ഷേപം പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്യരുത്, സംഭവം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യരുത് എന്ന്. അതുകൊണ്ട് ഇത്തവണ നേരത്തെയാണ്. അപ്പോ 2025 മെയ് 14 രാത്രി 10 മണി ആകുമ്പോൾ, 10:36 ആകുമ്പോൾ വ്യാഴം ശുക്രന്റെ ക്ഷേത്രമായ ഇടവത്തിൽ നിന്ന് ബുധന്റെ ക്ഷേത്രമായ മിഥുനത്തിലേക്ക് മാറുന്നു. ശുക്രന്റെ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ശത്രുക്ഷേത്രമാണ്. ശുക്രനും വ്യാഴവും തമ്മിൽ ശത്രുതയുണ്ട്. ശുക്രാചാര്യർ, അസുരഗുരു, വ്യാഴം, ദേവഗുരു, ബൃഹസ്പതി, ഇവർ തമ്മിൽ കൊടിയ ശത്രുതയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ തവണ വ്യാഴം മാറി ചെല്ലുന്നത് ബുധന്റെ ക്ഷേത്രത്തിലേക്കാണ്. ശത്രുക്ഷേത്രത്തിൽ നിന്ന് ശത്രുക്ഷേത്രത്തിലേക്ക് പോകുന്നു. അതാണ് അതിലെ രസം. സാധാരണ ശത്രുക്ഷേത്രത്തിൽ നിന്ന് മിത്രക്ഷേത്രത്തിലേക്കോ സമക്ഷേത്രത്തിലേക്കോ പോവാം. ഇതങ്ങനെയല്ല, ഒരു ശത്രുവിന്റെ അടുത്തുനിന്ന് മറ്റൊരു ശത്രുവിന്റെ അടുത്തേക്ക് പോകുന്നു. അതാണ് ഈ വ്യാഴമാറ്റത്തിന്റെ പ്രത്യേകത. ബുധൻ വ്യാഴത്തിന്റെ ശത്രുവാണ്. എങ്ങനെ ബുധൻ വ്യാഴത്തിന്റെ ശത്രുവായി, അത് പലർക്കും അറിയാം, ചിലർക്ക് അറിയില്ല ആ കഥ. ഈ ദേവഗുരു ബൃഹസ്പതിയുടെ ഭാര്യ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ ചന്ദ്രനെ മോഹിച്ച് ചന്ദ്രനിൽ ജനിച്ച ഒരു പുത്രനാണ് ശശികുമാരൻ, ഇന്ദുകുമാരൻ എന്നെല്ലാം പറയുന്ന ബുധൻ. അപ്പൊ ആ ബുധൻ വ്യാഴത്തിന്റെ ശത്രുവായാലും നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. തന്റെ ഭാര്യയിൽ അന്യന് ജനിച്ച ഒരു കുഞ്ഞാണ് ബുധൻ. അപ്പൊ ആ ബുധൻ ഇങ്ങനെ ഉണ്ടായപ്പോൾ അവനെ എല്ലാവരും അവഗണിച്ചു. അവന് ആരും വിദ്യ പഠിപ്പിച്ചില്ല, ആരും അവനെ ഗൗനിച്ചില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? സ്വയം എല്ലാ വിദ്യകളും പഠിച്ച് വിദ്യയുടെ അധിപനായി തീർന്നു. അത് എല്ലാവർക്കും അറിയാം. ബുധനാണ് വിദ്യയുടെ അധിപതി. സകല കലകളുടെയും സകല വിദ്യകളുടെയും അധിപൻ ബുധനാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ബുധൻ, ദേവഗുരു ബൃഹസ്പതി വ്യാഴത്തിന് ശത്രുവായതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ക്ഷേത്രത്തിലേക്കാണ് വ്യാഴം പകരുന്നത്. ശുക്രന്റെ ക്ഷേത്രത്തിൽ നിന്ന് ബുധന്റെ ക്ഷേത്രത്തിലേക്ക് പകരുന്നു. ഈ പകർച്ച നമുക്ക് എങ്ങനെ പ്രതിഫലിക്കും, ആർക്കൊക്കെ ഗുണം കിട്ടും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം യാതൊരു കാരണവശാലും ഒരാൾക്കും ഒരു പിണ്ണാക്കും തരാൻ പോണില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുന്നു. പക്ഷേ ശത്രുക്ഷേത്രത്തിലേക്ക് വരുന്നത് ചില്ലറക്കാരനല്ല, വ്യാഴമാണ്. വ്യാഴം ശത്രുക്ഷേത്രത്തിലായാലും മിത്രക്ഷേത്രത്തിലായാലും എവിടെ നിന്നാലും അതിൻ്റെതായ ഗുണം, സ്വാത്വിക ഗുണത്തിൽ വ്യാഴത്തെ കവച്ചു വയ്ക്കാൻ നവഗ്രഹങ്ങളിൽ ആരുമില്ല. 1300 ഗോളങ്ങൾ ഒരുമിച്ച് ചേർന്നാലുള്ളത്ര വലിപ്പമാണ് വ്യാഴത്തിനുള്ളത്. അതിൽ ഒരു ഗോളത്തിന്റെ ഒരംശം മാത്രമാണ് ഭൂമിയുടെ വലിപ്പം. നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര വലുതാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് വ്യാഴം. അപ്പൊ ആ വ്യാഴം എവിടെ നിന്നാലും എങ്ങനെ നിന്നാലും ഏത് ശത്രുവിന്റെ അടുത്ത് നിന്നാലും അതിൻ്റെതായ പ്രകാശം പരത്തുന്നു. വ്യാഴത്തിൻ്റെതായ ആ പ്രകാശകിരണങ്ങൾ എവിടെ പതിച്ചാലും ശരൽക്കാലത്തെ പനിനീർ കാറ്റ് പോലെ ആ പ്രദേശം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുന്നു, സുഗന്ധം പരത്തുന്നു. അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത.
അപ്പൊ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നതായ വ്യാഴം നമുക്ക് ഗുണം തരുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ തരില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേണ്ടത്ര ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചബലവാനാണ്. അയാൾ തരുന്ന ഗുണം മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം തരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കർക്കിടകം അവന്റെ ഉച്ചക്ഷേത്രമാണ്, ഇത് ശത്രുക്ഷേത്രമാണ്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അപ്പോ വ്യാഴം ആയതുകൊണ്ട് ഈ ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ പോലും അതിൻ്റെ പ്രസരണ ശക്തി, അതിൻ്റെ മേധാശക്തി എടുത്ത് പെരുമാറുന്നു എന്ന് നമ്മൾ അനുമാനിക്കണം. പക്ഷെ അത്ര മോശമല്ല. കാരണം ആ വ്യാഴം നമുക്ക് മോശമല്ലാത്ത ഫലം തരും, പക്ഷെ പരിപൂർണമായ തോതിലുള്ള ഒരു ഗുണം നമുക്ക് കിട്ടില്ല. അപ്പൊ 11-ൽ വ്യാഴം നിൽക്കുന്നു, അത് മിഥുനത്തിലാണെന്ന് പറഞ്ഞാൽ ആ മിഥുനം ആയതുകൊണ്ട് ആ 11ന്റെ ഗുണം നേർപകുതിയായി കുറഞ്ഞു പോകും. അല്ലെങ്കിൽ 7-ൽ വ്യാഴം നിൽക്കുന്നു, അത് മിഥുനമാണ്. എന്താണ് കാരണം? മിഥുനത്തിൽ വരുമ്പോൾ ആ വ്യാഴത്തിന്റെ ഗുണം നേർപകുതിയായി കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ വ്യാഴത്തിന്റെ മേധാശക്തി കൊണ്ട്, വ്യാഴത്തിന്റെ പ്രത്യേക ശക്തി കൊണ്ട് നമുക്ക് ആ സ്ഥാനബലവും ഗുണവും ലഭിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ ഈ മാറ്റം 2025-ലെ ഈ മാറ്റം എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് ഗുണകരമാകുക, ദോഷകരമാകുക? ഇപ്പൊ വ്യാഴം സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ 2, 5, 7, 9, 11 സ്ഥാനങ്ങളിൽ നിന്നാൽ ഗുണഫലവും, അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഗുണദോഷ മിശ്രഫലങ്ങളും, ദോഷഫലങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല, ഗുണദോഷ മിശ്രഫലങ്ങളും തരും. അഷ്ടമത്തിലെ വ്യാഴം ഗുണദോഷ മിശ്ര ഫലം തരുമോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് മറുപടിയില്ല. കാരണം അഷ്ടമത്തിലെ വ്യാഴം നമുക്ക് ഗുണങ്ങൾ തരില്ല എന്ന് മാത്രമല്ല, പല തടസ്സങ്ങളും ഉണ്ടാക്കും. 10-ലെ വ്യാഴവും നമുക്ക് തടസ്സങ്ങളുണ്ടാക്കാം. പക്ഷെ എന്നിരുന്നാലും വ്യാഴം വ്യാഴമാണ്. വ്യാഴത്തിന് സ്വാത്വികത്വമുണ്ട്. ഒരു സ്വാത്വികൻ പെരുമാറുന്നത് എങ്ങനെയോ അങ്ങനെ മാത്രമേ വ്യാഴം പെരുമാറൂ. അതേ സ്ഥാനത്ത് ഒരു നീചഗ്രഹമോ അല്ലെങ്കിൽ ക്രൂരഗ്രഹമോ ദുസ്ഥാനത്ത് നിന്ന് പെരുമാറുന്ന പെരുമാറ്റം ഒരിക്കലും വ്യാഴത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അങ്ങനെ ഒരിക്കലും അത് പെരുമാറില്ല. അതാണ് വ്യാഴത്തിന്റെ മാത്രം പ്രത്യേകത. അപ്പൊ ഈ മാറ്റം മേടക്കൂറുകാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാലുകാർക്ക് വ്യാഴം 3-ലാണ് വരുന്നത്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും. നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒപ്പിടുന്നത് സൂക്ഷിക്കണം, സംസാരിക്കുന്നത് സൂക്ഷിക്കണം. രാഷ്ട്രീയക്കാരാണെങ്കിൽ വായിലാക്ക് സൂക്ഷിക്കണം. അതുപോലെ മറ്റു പലരും ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഒരു സിനിമ നടൻ പോയാൽ ചിലപ്പോൾ 10 രൂപ കൊടുത്താൽ ആ ഷോട്ട് കിട്ടൂല. കാരണം 3-ൽ നിൽക്കുന്ന വ്യാഴം നമ്മളെ തെറ്റിച്ച് കളയും. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും. നമ്മൾ പറയുന്ന വാക്കുകൾ വല്ലാത്ത വാക്കുകളായി അത് അഗ്നിയായി പടരും, അല്ലെങ്കിൽ മറ്റു പലതുമായിട്ട് അത് മാറും. അതാണ് മേടക്കൂറുകാർക്ക് വരുന്ന ഫലം. മേടക്കൂറുകാർക്ക് 7 ശനിയും വരുന്നുണ്ട്, 3-ൽ വ്യാഴവും വരുന്നുണ്ട്. അപ്പൊ മേടക്കൂറുകാരെ സംബന്ധിച്ച് അവർ വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. നമ്മളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത്, ഓഫീസേഴ്സ് ആണെങ്കിൽ തീരുമാനം എടുക്കുന്നത് ശ്രദ്ധിക്കുക, ഒപ്പിടുന്നത് ശ്രദ്ധിക്കുക. മറ്റു കാര്യങ്ങളെല്ലാം 3-ൽ വ്യാഴമുള്ള മേടക്കൂറുകാർ ശ്രദ്ധിച്ചേ പറ്റൂ. ഇടവക്കൂറുകാരെ കുറിച്ചാണെങ്കിലോ, ഇടവക്കൂറുകാർക്ക് ഇപ്പോ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴൻ 2-ലേക്ക് പോവുകയാണ്. 2 ധനസ്ഥാനമാണ്. അപ്പൊ അവർക്ക് നേട്ടമാണ്. ഇടവക്കൂർ എന്ന് പറഞ്ഞാല് കാർത്തിക വാക്കിയും മകീരവും രോഹിണിയും ഈ നാളുകാരാണ്. ഈ നാളുകാർക്ക് ഇതപര്യന്തം അനുഭവിച്ചിരുന്ന വിഷമതകൾ മാറുന്നു. കാരണം അവരുടെ കണ്ടകശനി മാറി ശനി 11-ൽ വന്നു, വളരെ മനോഹരമായി. പിന്നെയോ വ്യാഴൻ 2-ൽ ധനസ്ഥാനത്ത് വന്നു. അപ്പോ ഈ പറയുന്ന കാർത്തിക, രോഹിണി, മകീരക്കാർക്ക് എല്ലാവർക്കും സാമാന്യം ഗുണഫലമാണ്. പക്ഷെ ആ സാമാന്യം ഗുണഫലം ഉള്ളൂ എന്ന് ഞാൻ പറയും. കാരണം ഒരു പരിപൂർണ ഗുണഫലം അവിടെ കിട്ടുന്നില്ല. എന്തുവെന്ന് വെച്ചാൽ വ്യാഴം നിൽക്കുന്നത് ബുധന്റെ ക്ഷേത്രത്തിലാണ്. ഇനി
അത് കഴിഞ്ഞ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് എന്ത് സംഭവിക്കുന്നു? അതിൽ മിഥുനക്കൂറില് മകീരം ബാക്കി, തിരുവാതിര, പുണർദം മുക്കാല്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടകശനി വന്നിട്ടുണ്ട്, വ്യാഴം ജന്മത്തിൽ വന്നു. സർവത്ര തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാമ്പത്തിക പരിമിതികളും വന്നുപെടാം. കാരണം എന്ന് വെച്ചാൽ വ്യാഴം സമ്പത്തിന്റെ ഉറവിടമാണ്, ധനകാര്യമന്ത്രിയാണ്, സൗരയൂഥത്തിലെ ധനകാര്യമന്ത്രിയാണ്. ആ ധനം എങ്ങനെ വരുന്നു, എങ്ങനെ വിനിയോഗിക്കണം, ഏതെല്ലാം രീതിയിൽ നമുക്ക് കിട്ടും കിട്ടാതിരിക്കാം എന്നെല്ലാം തീരുമാനിക്കുന്നത് സാക്ഷാൽ വ്യാഴം തന്നെയാണ്. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമല്ല എന്നാണ് നാം പറയുന്നത്. എന്ന് വെച്ചിട്ട് കൊടിയ ദോഷങ്ങളൊന്നും അവിടെ ഉണ്ടാക്കാൻ പോണില്ല. പിന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് നിൽക്കുന്ന 11-ലെ വ്യാഴം 12-ലായി. നല്ലതല്ല. കാരണം 12 വ്യയസ്ഥാനമാണ്. എന്നുവെച്ചാൽ നമുക്ക് 10 കിട്ടിയ 12 ചെലവ് എന്നുള്ള അവസ്ഥ. ദൈവാധീനം വിട്ടുപോകുന്നു. കാരണം എത്ര കിട്ടിയാലും മതിയാവുന്നില്ല, എന്തു വന്നാലും ചെലവോട് ചെലവ്. അതുപോലത്തെ ഒരവസ്ഥയായിരിക്കും കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം കാലും പൂയവും ആയില്യവും അനുഭവിക്കുക. അത് കഴിഞ്ഞു ചിങ്ങക്കൂറിലേക്ക് വരിക. ചിങ്ങക്കൂറുകാർക്ക് ഇതപര്യന്തം അനുഭവിച്ചിരുന്ന വിഷമങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം വരുന്നുണ്ട്. വ്യാഴം 11-ലാണ് വരുന്നത്. പക്ഷെ ആ 11-ലെ വ്യാഴം കൊണ്ട് അവർക്ക് വേണ്ടത്ര ഗുണം കിട്ടുമോ? ചിങ്ങക്കൂറിൽ ആരൊക്കെയാണ് ഉള്ളത്? ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രംകാല് ഈ നക്ഷത്രക്കാരാണ്. ഇവർക്ക് ആ ഗുണം കിട്ടില്ല. കാരണം അഷ്ടമശനിയുണ്ട്. അഷ്ടമത്തിൽ ശനി നിൽക്കുമ്പോൾ ശനി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ ഈ വ്യാഴത്തിന് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ സാധിക്കുള്ളൂ. അപ്പോൾ അവർക്ക് ഗുണദോഷ മിശ്ര ഫലങ്ങളാണ് ലഭിക്കുക. അപ്പോൾ ചിങ്ങക്കൂറിന്റെ കാര്യം അങ്ങനെയാണ്. 11-ൽ വന്നിട്ടും അവർക്ക് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് വരുന്നത്. കന്നിക്കൂറിലേക്ക് പോകാം. കന്നിക്കൂറിൽ പോകുമ്പോൾ ഏതൊക്കെ നക്ഷത്രം വരുന്നുണ്ട്? ഉത്രം മുക്കാലും അത്തവും ചിത്തിര അരയുമാണ് വരുന്നത്. വ്യാഴം 10-ൽ വരുന്നു. കർമ്മസ്ഥാനത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും കർമ്മത്തിന് പല ഭംഗങ്ങൾ വരുത്തിക്കൊണ്ടും അത് അവിടെ വരികയാണ്. അപ്പോൾ അവർക്ക് വേണ്ടത്ര ഗുണം അവിടെ ലഭിക്കില്ല. കണ്ടകശനി വേറെ നിൽക്കുന്നുണ്ട്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ നമുക്ക് കാര്യമായ ഗുണം വ്യാഴത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. എന്നാലും വ്യാഴമല്ലേ, നമ്മളെ കൈവിടുവോ? ഇല്ല. പിന്നെ തുലാക്കൂറുകാരാണ്. തുലാക്കൂറുകാര് ആരൊക്കെയാണ്? ചിത്തിര, അര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാരാണ്. വിശാഖം മുക്കാല്. ഇവരെ സംബന്ധിച്ച് ഇപ്പൊ ഇവര് അഷ്ടമവ്യാഴം ഏറ്റവും ദുരിതം പിടിച്ചൊരു കാലമാണ്. അതിൽ നിന്ന് മാറി വ്യാഴം 9-ലേക്ക് വരുന്നു, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. അപ്പൊ അവർക്ക് സമയം നന്നായി. ശനിയാണെങ്കിൽ 6-ലും വന്നു. തുലാക്കൂറുകാർക്ക് സാമാന്യം ശനിയുടെയും വ്യാഴത്തിന്റെയും ഗുണഫലങ്ങൾ അവർക്ക് ലഭിക്കും, ലഭിക്കാതിരിക്കില്ല. ഇനി വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പൊ 5-ൽ നിൽക്കുന്ന വ്യാഴം 6-ലേക്കാണ് പോകുന്നത്. വൃശ്ചികക്കൂറുകാരിൽ വിശാഖത്തിൽ ബാക്കിയും അനിഴം, തൃക്കേട്ട ഇവർക്കെല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ 6-ലേക്ക് വരുമ്പോൾ വ്യാഴം ശത്രുസ്ഥാനത്തായി. ധനപരമായ ശത്രുത, കിട്ടാക്കടം, മാനസിക പ്രയാസങ്ങൾ, ബിസിനസ്സിൽ പരാജയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സംഭവിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 6-ൽ നിൽക്കുന്നതായ വ്യാഴം, ധനുക്കൂറ് ആരൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ഈ 3 നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതായ വ്യഥകളും വിഷമങ്ങളും മാറി അവർക്ക് വ്യാഴം 7-ലേക്ക് വരുന്നു.
സാമാന്യം ഗുണമാണ്. കണ്ടകശനി അവിടെ ഉണ്ട്, പക്ഷെ എന്നാലും അവർക്ക് സാമാന്യം ആശ്വാസത്തിന്റെ ഒരു കാറ്റ് വന്ന് വീശും. അതാണ് അവർക്ക് സംഭവിക്കുന്നത്. പിന്നെ മകരക്കൂറ് ആരൊക്കെയാണ്? ഉത്രാടം ബാക്കി, തിരുവോണം, അവിട്ടത്തിന്റെ അര. അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എവിടെയായി? വ്യാഴം നല്ല സ്ഥാനത്തല്ല, അവർക്ക് മോശമായ അവസ്ഥയിലേക്കാണ് വരുന്നത്. മകരക്കൂറുകാർക്ക് ഇപ്പോൾ നല്ല സ്ഥലത്ത് നിൽക്കുന്ന വ്യാഴം 6ലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം വന്ന് പെടും എന്നുള്ളത് സത്യമാണ്. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ആരൊക്കെയാണ്? അവിട്ടം, അര, ചതയം, പൂരൂരുട്ടാതി, മുക്കാല്. ഇവർക്ക് ഇപ്പൊ 4ൽ നിൽക്കുന്ന വ്യാഴം 5ലേക്കാണ് പോകുന്നത്. അത് സാമാന്യം നല്ലതാണ്. സാമാന്യം ഗുണഫലങ്ങൾ അവർക്ക് കിട്ടും. കുംഭക്കൂറുകാർക്ക് അവർക്ക് ഏഴരശനിയുടെ അവസാനത്തെ ഭാഗവും അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ മീനക്കൂറുകാർക്ക് 3ൽ നിന്നിരുന്നതായ വ്യാഴം 4ലേക്ക് പോകുമ്പോൾ അല്പം ഗുണഫലമാണ് നമുക്ക് ലഭിക്കുക. കാരണം 3നേക്കാൾ നല്ലതാണ് 4 എന്നുള്ള ഗുണഫലം, അതാണ് ലഭിക്കുക. ഇനി ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ഞാൻ പറഞ്ഞു. ഇനി വ്യാഴത്തിന്റെ ബന്ധുക്കൾ ആര്? വ്യാഴത്തിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് സൂര്യൻ, ചന്ദ്രൻ, കുജൻ, ഇവരെല്ലാം വ്യാഴത്തിന്റെ ബന്ധുക്കളും ബുധനും ശുക്രനും ശത്രുക്കളുമാണ്. അപ്പൊ ആ ശത്രുക്കളുടേതായ നക്ഷത്രങ്ങൾ, ബുധന്റെയും ശുക്രന്റെയും നക്ഷത്രം, ബുധന്റെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ സാധാരണഗതിയിൽ ബുധന്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, രേവതി ബുധന്റെ നക്ഷത്രമാണ്. അതുപോലെ ബുധന്റെ നക്ഷത്രങ്ങളെ നമുക്ക് ഏകദേശം ഒറ്റ നോട്ടത്തില് മനസ്സിലാക്കാവുന്നതാണ്. ബുധൻ നക്ഷത്രനാഥനായിട്ടുള്ള നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾക്ക് കാര്യഗൗരവമായ ഏത് സ്ഥാനത്ത് നിന്നാലും ഗുണം കിട്ടാത്ത അവസ്ഥ. ശുക്രന്റെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭരണി, പൂരം, പൂരാടം ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങൾ ശുക്രന്റെ നക്ഷത്രമാണ്. ആ നക്ഷത്രങ്ങളും വ്യാഴത്തിന്റെ ആനുകൂല്യം കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ വ്യക്തമായി. കാരണം ശത്രുവിന്റെ നക്ഷത്രമാണ്. ശത്രുവിന്റെ നക്ഷത്രത്തിന് കൃത്യമായ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അത് നമുക്കൊരു ബാറായിട്ട് എടുക്കാൻ പറ്റില്ല. എന്നാലും കൂടുതൽ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കൂടി ചിന്തിക്കേണ്ട അവസ്ഥയുണ്ട്. പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി വളരെ മനോഹരമാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി എവിടേക്കാണ്? 7ലേക്ക് പൂർണ്ണ ദൃഷ്ടി, 5ലേക്ക് ദൃഷ്ടി, 9ലേക്ക് ദൃഷ്ടി. ഈ ദൃഷ്ടികൾ നമുക്ക് വളരെ ഗുണഫലം ചെയ്യും. ഏത് എന്തെല്ലാം ദോഷങ്ങളുണ്ടെങ്കിലും ലക്ഷം ദോഷം ഗുരുഹന്തി. 1,00,000 ദോഷമുണ്ട് ആ ഗ്രഹത്തെ കൊണ്ടെങ്കിലും വ്യാഴം 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അവിടെ ഏതെങ്കിലും ഒരു ഗ്രഹം നിന്ന് നമുക്ക് മോശമായി പെരുമാറുന്നു എങ്കിൽ അതിൻ്റെ ദോഷഫലം ദഹിപ്പിച്ചു കളയും. അതുപോലെ 7ലേക്ക് പൂർണ്ണ ദൃഷ്ടി എന്നുവെച്ചാൽ മിഥുനത്തിൽ നിന്ന് ധനുവിലേക്ക് പൂർണ്ണ ദൃഷ്ടി. ആ പൂർണ്ണ ദൃഷ്ടി തന്നെ സ്വക്ഷേത്രത്തിലേക്കാണ്. അപ്പോ പൂരാടം, മൂലം, പൂരാടം, ഉത്രാടം കാലുകാർക്കെല്ലാം വളരെ ഗുണപരമായ അനുഭവങ്ങൾ അവിടെ ഉണ്ടാകണം. മനസ്സിലായില്ലേ? 9ലേക്കുള്ള ദൃഷ്ടി, മിഥുനത്തിന്റെ 9 എന്ന് പറയുന്നത് കുംഭമാണ്. ആ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, മുക്കാലുകാർക്ക് 9ലേക്കുള്ള ദൃഷ്ടി കൊണ്ട് ആ 7.5 ശനിയുടെ എല്ലാ ദോഷങ്ങളും ഒരു പരിധി വരെ, ഒരു പരിധി എന്ന് പറയുന്ന കാരണം എന്താ വെച്ചാൽ അവൻ ശത്രുക്ഷേത്രത്തിൽ നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നത്, ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു എന്നുള്ളൊരവസ്ഥയും ദൃഷ്ടി കൊണ്ട്, വ്യാഴത്തിന്റെ ദൃഷ്ടി മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയേക്കാൾ കൂടുതൽ വ്യാഴത്തിന്റെ ദൃഷ്ടിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. വലിയൊരു പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് ദോഷത്തെയും ഹനിക്കാൻ ആ ദൃഷ്ടിക്ക് സാധിക്കും എന്നുള്ളത് വ്യാഴത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാമാണ് ഈ തവണത്തെ വ്യാഴമാറ്റത്തിന്റെ പ്രത്യേകത. ഇനി വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം നീചം, മൗഢ്യം
അതുപോലെ വക്രം നമ്മൾ കണ്ടു. ഇല്ലാത്ത വക്രങ്ങൾ സാധാരണ കുറെ ആളുകൾ ഉണ്ടാക്കി വിടും. അത് ന്യായീകരണമൊന്നും ഉണ്ടാവില്ല, പഞ്ചാംഗങ്ങളിലോ മറ്റൊന്നും ഉണ്ടാവില്ല. പ്രൗഢമായ പഞ്ചാംഗങ്ങളിലൊന്നും വക്രം ഇല്ലെങ്കിലും യൂട്യൂബിലൊക്കെ ധാരാളം വക്രങ്ങൾ വന്നു പോകാറുണ്ട്, ആരും മൈൻഡ് ചെയ്യാറില്ല അത്. അങ്ങനെ ഉള്ള ഒരവസ്ഥ വരുമ്പോൾ വ്യാഴത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, വക്രം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കുന്നത് വ്യാഴത്തിനാണ്. അല്ലാത്ത ഗ്രഹങ്ങൾക്ക് വക്രം കൊണ്ട് യാതൊരു ഗുണഫലവും ലഭിക്കില്ല. വ്യാഴം വക്രം എന്ന് പറഞ്ഞാൽ മുന്നോട്ടോ പുറകോട്ടോ പോവുക, ഒരു രാശി ഈ നിൽക്കുന്ന രാശിയിൽ നിന്ന് മുന്നോട്ടോ പുറകോട്ടോ പോവുക. അതിന് കുറെ നിയമങ്ങളുണ്ട്, അതിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വക്രം, നീചം, അതുപോലെ ശത്രുക്ഷേത്രം, മൗഢ്യം, ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ, മൗഢ്യമുള്ള വ്യാഴം ചാർജ് പോയ ബാറ്ററി എന്നാ പറയുക. നീചമുള്ള വ്യാഴം യാതൊരു ഗുണവും തരില്ല. സ്വക്ഷേത്രത്തിലായാൽ പോലും നീചം വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നീചഭംഗം വന്നാലോ, വ്യാഴം നീചത്തിൽ നിന്നിട്ട് നീചഭംഗം വന്നാൽ അത് രാജയോഗമാണ്. നീചഭംഗ രാജയോഗം എന്ന അവസ്ഥ വരും. നീചഭംഗ രാജയോഗം ഉള്ളവൻ ചക്രവർത്തി തുല്യ പദവിയാണ്. ഉദ്യോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് രംഗത്ത് കപ്പലണ്ടി കച്ചവടം നടത്തിയാൽ മതി, നീചഭംഗ രാജയോഗമുള്ളവൻ ആ രംഗത്ത് രാജാവായി മാറും. ഏത് രംഗത്താണോ നിൽക്കുന്നത് നീചഭംഗ രാജയോഗം, പ്രത്യേകിച്ച് വ്യാഴത്തിന്റെ നീചഭംഗ രാജയോഗം. വ്യാഴത്തിന്റെ നീചക്ഷേത്രം മകരമാണ്. ആ മകരത്തിൽ നിൽക്കുന്ന വ്യാഴം നീചഭംഗം ചെയ്താൽ ആ വ്യക്തി ചക്രവർത്തി തുല്യനായി തീരും. ഏത് രംഗം, എന്ത് ജോലി എവിടെ ചെയ്താലും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതേ സ്ഥാനത്ത് വ്യാഴത്തിന് മൗഢ്യം വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചാർജ് പോയ ബാറ്ററി പോലെ അതിന്റെ ഗുണഫലങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഇതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത. വ്യാഴത്തിന് മാത്രമുള്ളതായ ഒരുപാട് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. അതിന്റെ ദൃഷ്ടി, അതിന്റെ നിൽപ്പ്, അതിന്റെ ശത്രുക്ഷേത്രം, അത് മറ്റുള്ളവർക്ക് തരുന്നതായ ഗുണഫലങ്ങൾ, ഇതെല്ലാം പറഞ്ഞു. വ്യാഴത്തിന്റെ ശത്രുക്കൾ, വ്യാഴത്തിന്റെ മിത്രങ്ങൾ, മിത്ര നക്ഷത്രങ്ങൾക്ക് വ്യാഴം നിർലോഭം വാരിക്കോരി അനുഭവങ്ങൾ കൊടുക്കുന്നു. പക്ഷെ എന്ത് വാരിക്കോരി കൊടുത്താലും ശുക്രനെ പോലെയോ ശനിയെ പോലെയോ മറ്റുള്ളവരെ പോലെയോ വ്യാഴം ഒരിക്കലും ഒരു പരിധി വിട്ട് ഒന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ വ്യാഴം പരിധി വിട്ട് ഒരാൾക്ക് ധനം വാരിക്കോരി കൊടുക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം വ്യാഴത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. വളരെ സാവകാശം കൊടുക്കുള്ളൂ. അഥവാ വ്യാഴം നൽകുന്നതായ സൗഭാഗ്യാതിശയങ്ങൾ യാതൊരു കാരണവശാലും നഷ്ടപ്പെടില്ല. അത് ആജീവനാന്തം നമുക്ക് തന്നതായിരിക്കും. അതാണ് വ്യാഴത്തിന്റെ പ്രത്യേകത. അതേ സ്ഥാനത്ത് തന്നെ ശുക്രനോ ശനിയോ അല്ലെങ്കിൽ ബുധനോ മറ്റുള്ളവരൊക്കെ തരുന്നത് അത് നൈമിഷികമാണ്. അത് മാറിപ്പോകാം. അത് ചിലപ്പോൾ 2-4 ദിനം കൊണ്ടൊരുത്തനെ എന്ന് പൂന്താനം പറഞ്ഞ രീതിയിൽ വരാം. വ്യാഴത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സ്വാത്വികത്വമുണ്ട്. അപ്പോ ഇതാണ് വ്യാഴത്തിന്റെ സ്വഭാവം. വ്യാഴം സ്വാത്വികനാണ്. വ്യാഴം എപ്പോഴും ആ രീതിയിൽ നിന്നുകൊണ്ടേ ചിന്തിക്കൂ, ആ രീതിയിൽ നിന്നുകൊണ്ടേ മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ചൊരിയൂ. മരണത്തെ പോലും തട്ടി നീക്കാൻ അല്ലെങ്കിൽ മറ്റ് പല ദുരിതങ്ങളെയും ഒഴിവാക്കാൻ വ്യാഴത്തിന് ശക്തിയുണ്ട്. ജ്യോതിഷികളെല്ലാം വ്യാഴത്തെ ഒരു നിമിത്തമായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ ഏതൊരു കാര്യത്തിനും, ഒരു ശുഭകാര്യത്തിനായാലും അശുഭകാര്യത്തിനായാലും വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥാനം, വ്യാഴത്തിന്റെ ഇഷ്ടസ്ഥാനം എന്ന് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ടാവും, വ്യാഴം ഇഷ്ടസ്ഥാനത്ത് വരട്ടെ എന്ന് പറഞ്ഞ് അത് 2, 5, 7, 9, 11 ഈ ഇഷ്ടസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ആ കർമ്മം ഫലിച്ചു, അല്ലെങ്കിൽ ആ ഉദ്യമം ഫലിച്ചു, അതിന് സർവവിജയങ്ങളുണ്ടാകും എന്ന് സാധാരണഗതിയിൽ ഇവർ പറയാറുണ്ട്. അത് കേവലം സത്യമാണ്. തൊഴിൽ കാര്യങ്ങളിലും ധനപരമായ കാര്യങ്ങളിലും വിദേശയാത്രയിലും ഭാഗ്യത്തിലും എല്ലാ കാര്യത്തിലും വ്യാഴം ഒരു നിർണായക ഘടകമാണ്. വ്യാഴത്തിന്റെ ആ ഇടപെടൽ നമുക്ക് അനുകൂലമായി മാറുന്നു. അതുപോലെ തന്നെ തടസ്സങ്ങളും സാധാരണഗതിയിൽ വ്യാഴം സൃഷ്ടിക്കാറുണ്ട്. 10 നിൽക്കുന്ന വ്യാഴം
അതുപോലുള്ള കാര്യങ്ങൾ തടസ്സങ്ങളായി വരാറുണ്ട്. അതുപോലെ വ്യാഴത്തിന് പ്രിയപ്പെടാത്ത നക്ഷത്രങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ബുധന്റെ നക്ഷത്രങ്ങളായ ആയില്യം, കേട്ട, രേവതി ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ആനുകൂല്യം എത്ര ഉണ്ടായാലും ആ ആനുകൂല്യം വേണ്ട പോലെ ലഭിക്കാതെ വരിക. അതുപോലെ വ്യാഴത്തിന്റെ വ്യാഴത്തിന്റെ ഇഷ്ടനക്ഷത്രം എന്ന് പറഞ്ഞാൽ വ്യാഴം നിയന്ത്രിക്കുന്നതായ നക്ഷത്രങ്ങളുണ്ട്. വ്യാഴം നക്ഷത്രനാഥനായിട്ട് നിൽക്കുന്ന നക്ഷത്രമുണ്ട്. സാധാരണ പുണർദം മുതലായ നക്ഷത്രങ്ങൾ, പുണർദം, വിശാഖം അതുപോലുള്ള നക്ഷത്രങ്ങൾ വ്യാഴം വളരെ താലോലിക്കുകയും വളരെ താല്പര്യപൂർവ്വം അവരെ കൊണ്ടു നടക്കുകയും ചെയ്യുന്നതായിട്ടും നമ്മൾ ഗവേഷണങ്ങളിൽ കാണുന്നുണ്ട്. കാരണം അവർക്കെല്ലാം കഷ്ടകാലം വരും. പക്ഷെ ആ കഷ്ടകാലത്തിന്റെ കാഠിന്യം വളരെ കുറവായിരിക്കും. വ്യാഴത്തിന്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ പുണർദം, വിശാഖം, പൂരൂരുട്ടാദിയെല്ലാം നക്ഷത്രനാഥനായിട്ടുള്ള നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾക്കെല്ലാം വ്യാഴത്തിൻ്റെതായ ഒരു അനുഭാവവും പിന്തുണയും എപ്പോഴും കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഏത് കഷ്ടകാലത്തും വ്യാഴം അവരെ ഒരു പരിധി വരെ രക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വളരെ കൂലങ്കഷമായിട്ട് അന്വേഷിക്കുമ്പോഴാണ് കാണുന്നത്. അല്ലാണ്ട് വെറുതെ ഒരു വൃഥാ വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് 5-ൽ നിന്നാൽ നല്ലത്, 9-ൽ നിന്നാൽ നല്ല, 11-ൽ നിന്നാൽ നല്ലതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരുപാട് അവസ്ഥാന്തരങ്ങളുണ്ട്. ഇതാണ് വ്യാഴത്തിന്റെ ഒരു ഏകദേശ ചിത്രം, ഏകദേശ ഫലം. അപ്പോൾ ഈ വർഷം 2025-ലെ വ്യാഴമാറ്റം ഒരു കൊല്ലത്തേക്കാണ്. വ്യാഴം സൗരയൂഥത്തെ ചുറ്റി വരാൻ ഏകദേശം 12 കൊല്ലം, കൃത്യം 12 കൊല്ലം ഇല്ല, 11 കൊല്ലവും ഏകദേശം 11 മാസവുമാണ്. 11 മാസവും ചില ദിവസങ്ങളും മാത്രമാണ് നമുക്ക് ചുറ്റാൻ വേണ്ടി വരുന്നത്. പക്ഷെ അത് റൗണ്ട് ഫിഗറായിട്ട് 12 കൊല്ലം എന്നാക്കി എടുത്തിരിക്കുകയാണ്. ആ 12 കൊല്ലക്കാലം കൊണ്ടാണ് ചുറ്റി വരുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് വ്യാഴപ്പം നമ്മള് ബുധന്റെ ക്ഷേത്രമായ മിഥുനത്തിൽ വന്ന വ്യാഴം ഒരു വർഷം കഴിയുമ്പോൾ അവിടെ നിന്ന് കർക്കിടകത്തിലേക്ക്, അവന്റെ ഉച്ചക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇതാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ വരച്ചിട്ടത്. ഇത് അത്ര വലിയ ഒരു സ്റ്റഡിയൊന്നുമല്ല, ഏകദേശ ചിത്രമാണ് നമ്മളിവിടെ വരച്ചത്. ഇത്രയും പ്രേക്ഷകർക്ക് വളരെ ഗുണകരമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.